മധുരമൊഴിയിലേക്ക് സ്നേഹസ്വാഗതം. എൻജിസ് ആർമി മിനിസ്ട്രി ഒത്തിരി സന്തോഷത്തോടെ ഒരു മധുരമുള്ള സമ്മാനം കുടുംബങ്ങൾക്കായി തരുന്നു. മധുരമൊഴി തിരുവചനം പറയുന്നു, ജെറമിയ പ്രവാചകനിലൂടെ, നീ ചുരുളെടുത്ത് ഭക്ഷിക്കുക, അത് നിനക്ക് തേനായും തേൻകട്ടയായും മധുരിക്കുമെന്ന്. ഈ ഒരു മധുരിക്കുന്ന ചുരുൾ ഭക്ഷിക്കലാണ് മധുരമൊഴി. തിരുവചനവും വിശുദ്ധരുടെ ജീവിതവും തിരുസഭയുടെ പഠനങ്ങളും അനുഭവങ്ങളുമെല്ലാം ചേർത്ത് വെച്ച് കുടുംബത്തെ മാധുര്യമാക്കുവാനുള്ള ഒരു എളിയ പരിശ്രമം. എല്ലാവർക്കും മധുരമൊഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ ചേട്ടനാണ്. ജോർജ് ചേട്ടൻ വചനപ്രഘോഷണ രംഗത്തും ഷാലോമിൻ്റെ തുടക്കത്തിലുമെല്ലാം ഒത്തിരിയേറെ തിരുസഭയ്ക്ക് വിലപ്പെട്ട സംഭാവന നൽകിയ വ്യക്തിത്വമാണ്. ജോർജ് ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്നുള്ള കുടുംബം ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ലിയോൺസ് ആണ്. അദ്ദേഹം സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചാലക്കുടി ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അതുപോലെ തന്നെ അനുചേച്ചി ടീച്ചറാണ്, +2 അധ്യാപികയാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം നേരിട്ട് കുടുംബവുമായിട്ട് ബന്ധമില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ടീച്ചറിന് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലുള്ള വിലയെ പറ്റിയാണ്, റോളിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടീച്ചറിന് എന്താണ് കുടുംബത്ത് കാര്യം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാര്യമെന്ന് സ്വാഭാവികമായ ചോദ്യം വരാം. പക്ഷേ ഒരു കുടുംബത്തിൽ അമ്മയോടോ അപ്പനോടോ ഒപ്പം ഇരിക്കുന്നതിനേക്കാൾ അധികം സമയം കുഞ്ഞിരിക്കാൻ പോകുന്നത് ഒരു ടീച്ചറിനൊപ്പമാണ്. 7-8 മണിക്കൂർ വരെ ടീച്ചറിനൊപ്പം ഉറപ്പായിട്ടും ഒരു കുഞ്ഞ് ഒരു സ്കൂളിൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഫോർമേഷൻ അധികമായിട്ട് സംഭവിക്കുന്നത് മറ്റു കൂട്ടുകാരോടൊപ്പവും ടീച്ചേഴ്സിൻ്റെ ഒപ്പവും സ്കൂളിൽ നിന്നാണ്. ഒരു ഫോർമേഷൻ്റെ നല്ലൊരു ഭാഗവും കുഞ്ഞുങ്ങൾക്ക് രൂപീകരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ റോള് അനിഷേധ്യമാണ്. ഞാനിന്നിവിടെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ നമുക്കൊന്ന് സ്നേഹപൂർവ്വം നമ്മുടെ അധ്യാപകരെന്ന് അനുസ്മരിക്കാം. പ്രത്യേകിച്ച് ആദ്യമായിട്ട് എഴുത്തിനിരുത്തിയ അധ്യാപകർ മുതൽ അവസാനം നമ്മൾ വിട്ട അധ്യാപകരെ വരെ സ്നേഹപൂർവ്വം ഒന്ന് കണ്ണടച്ച് നമുക്ക് സ്മരിച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് പോകാം. നന്ദിയോടെ, ഒരു നിമിഷം പ്രാർത്ഥനയോടെ അവർക്ക് വേണ്ടി ആയിരിക്കാം. ഒരു ദിവസം ഞാൻ കൂട്ടുകാരൊക്കെ എടുത്ത് നാട്ടിലെ കവലയിൽ നിന്നപ്പോൾ പലരും മുണ്ടൊക്കെ മടക്കി കുത്തിയൊക്കെ നിൽക്കുകയാണ്. പെട്ടെന്ന് ചിലരുടെ വായിൽ സിഗരറ്റൊക്കെ ഉണ്ട്. പെട്ടെന്ന് പലരുടെയും മുണ്ടൊക്കെ താഴേക്ക് അങ്ങ് അഴിച്ചിടുന്നു, സിഗരറ്റൊക്കെ മാറ്റുന്നു, നേരെയൊക്കെ നിൽക്കുന്നു, എല്ലാം സെറ്റപ്പ് ആകുന്നു. കാരണം പണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകൻ ഒരു പഴയ BSA സൈക്കിളിൽ അതുവഴി ചവിട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതാണ് ഒരു ടീച്ചറിൻ്റെ വില. അന്നും ഇന്നും എന്നും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ മനസ്സിൽ ബഹുമാനത്തോടെ കരുതുന്നതുമായ ചിത്രമാണ് ഒരു അധ്യാപകൻ്റെത്. ആരാണ് അധ്യാപകൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വഴിയറിയുന്നവൻ, വഴിയെ നടക്കുന്നവൻ, വഴി നടത്തുന്നവൻ ആരോ അവനാണ് ഗുരു. ക്രിസ്തുവാണ് യഥാർത്ഥ ഗുരു. ക്രിസ്തു കൃത്യമായിട്ട് അവന് വഴിയറിയാമായിരുന്നു. അവന് വഴിയെ നടത്തി, വഴി നടന്നവൻ സ്വർഗത്തിലേക്ക് നടന്ന് നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് പൂർണ്ണ ഗുരുവായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമുക്കൊരു അല്പനേരം അധ്യാപകരെ പറ്റി, അധ്യാപകർക്ക് കുടുംബത്തിലുള്ള റോളിനെ പറ്റി സ്നേഹപൂർവ്വം അനുസ്മരിക്കാം. ഇത് പറയുമ്പോൾ ഞാനൊരു കനത്ത അധ്യാപകർ ഫാനാണ്. ഒത്തിരി സ്നേഹനിധിയായ അധ്യാപകരാണ് നമ്മളെ ഈ വിധത്തിലാക്കി തീർത്തത് കർത്താവിന് വേണ്ടി. ഞാൻ +2 പഠിക്കുമ്പോൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടൊരു ആളായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധമൊക്കെ കൊണ്ട് പല കുഞ്ഞുങ്ങളും എടുക്കുന്നത് പോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് വളരെ പാടുപെട്ട് കണക്കിനൊക്കെ 150-30 താഴെ മാർക്കൊക്കെ പലതവണ വാങ്ങി +1 നന്നായിട്ട് തോറ്റ് +2 സൽസ്വഭാവം കൊണ്ട് മാത്രം കയറ്റം കിട്ടിയ ആളായിരുന്നു ഞാൻ. +2 എനിക്ക് ഫസ്റ്റ് ഓണപ്പരീക്ഷയുടെ സമയത്ത് മാർക്ക് വന്നപ്പോൾ വീണ്ടും 30 താഴെയായിരുന്നു. അപ്പോൾ എൻ്റെ കണക്ക് ടീച്ചർ ജയലക്ഷ്മി ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിപ്പിച്ചത്. പഠനത്തിൻ്റെ മേഖലയിൽ എന്നെ ഒത്തിരി സഹായിച്ചത്. ഞാൻ അന്ന് സ്കൂളിൽ കഥയിലും കവിതയിലും പ്രസംഗത്തിലൊക്കെ കുറേ സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടുന്ന ആളായിരുന്നു, പഠിത്തത്തിൽ ഒഴിച്ച്. ടീച്ചർ പറഞ്ഞു, മാർക്ക് വന്നിട്ട് പറഞ്ഞു, ജെറിൻ, നീ ഇങ്ങനെയൊന്നും മാർക്ക് മേടിക്കേണ്ട ആളല്ല. നിനക്ക് നന്നായിട്ട് കഥ എഴുതാൻ അറിയാമല്ലോ, നന്നായിട്ട് കവിത എഴുതാൻ അറിയാമല്ലോ, നന്നായിട്ട് സംസാരിക്കുമല്ലോ, നിനക്ക് എന്തുകൊണ്ട് കണക്ക് പഠിക്കാൻ പറ്റത്തില്ല? കണക്കും ഇത്രയേ ഉള്ളൂ. ഈ ഭാവനകൾ കൃത്യമായിട്ട് ഉപയോഗിക്കലാണ് ഒരു കണക്ക് പഠിത്തം എന്ന് പറഞ്ഞു. അതും ക്ലാസ്സിൽ 10-60 കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ, കൂട്ടുകാരിരിക്കുമ്പോൾ അവിടെ വെച്ച് ഇത്രയും നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ +2 കഴിഞ്ഞിറങ്ങുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് കണക്ക് പഠിച്ചതും ഏറ്റവും കൂടുതൽ മാർക്ക് പഠിച്ചത് ഞാൻ തന്നെ ആയിരുന്നു. ഒരു 6-7 മാസം വ്യത്യാസം കൊണ്ട് എന്നിൽ ഇത്രയും മാറ്റം വരുത്താനായിട്ട് ഒരു അധ്യാപികയ്ക്ക് പറ്റിയെന്നുള്ളതാണ്. നന്ദിയോടെ ടീച്ചറിനെ ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ നമ്മളോട് ആയിരിക്കുന്നതും ഒരു ടീച്ചർ തന്നെയാണ്. ബഹുമാനപ്പെട്ട അനുചേച്ചി ഒരു ടീച്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോർജ് ചേട്ടൻ ടീച്ചർ അല്ലെങ്കിലും ജോർജ് ചേട്ടൻ്റെ അപ്പച്ചൻ ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് ജോർജ് ചേട്ടൻ നമുക്ക് തുടങ്ങാം. ജോർജ് ചേട്ടാ, ഒരു അപ്പൻ ടീച്ചറായിരുന്ന അവസ്ഥ, അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഫോർമേഷൻ ഉറപ്പായിട്ടും ജോർജിൻ്റെ ബാല്യത്തിലൊക്കെ ഒരു ടീച്ചറിൻ്റെ മകനെന്നൊരു ഗമയും ഒരു നാട്ടിലൊരു ചെറിയ പ്രത്യേക, അത് നമുക്ക് ഈ ഗമയും വിലയും ഒക്കെ കൂടുതൽ നമ്മളിൽ നിന്ന് പലതും ആവശ്യപ്പെടുന്നുള്ള മറുപുറം. മൊത്തത്തിൽ ഒരു ടീച്ചർമാർ എങ്ങനെ, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ഫോർമേഷനിലും മൂല്യജീവിതത്തിലൊക്കെ എത്രമാത്രം ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്? എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, എൻ്റെ അപ്പൻ അധ്യാപകനായിരുന്നതുകൊണ്ട്
അദ്ദേഹം തീർച്ചയായിട്ടും അധ്യാപകനേക്കാൾ കൂടുതൽ എനിക്ക് അപ്പനായിരുന്നല്ലോ. ഞാൻ ഒരിക്കലും എന്നെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും എൻ്റെ കണക്ക് സാറായിരുന്നില്ല. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു അച്ചായനെ അധ്യാപകരായിട്ട് കണ്ടിരുന്ന ആളുകൾ. അപ്പോൾ നാട്ടിൽ സാമാന്യം ബഹുമാനിക്കപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു ഞങ്ങൾ. ആ ഗ്രാമത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു 10 പേരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ മോശമല്ലാത്തൊരു റാങ്ക് എൻ്റെ അപ്പന് കിട്ടുമായിരുന്നു. അതേസമയം ഈ അധ്യാപനത്തിൻ്റെ പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു എൻ്റെ അപ്പൻ. ഇത് ഇപ്പോഴത്തെ കാലമല്ല, ഞാനിത് പറയുന്ന 60കളിലെ കാലമാണ്. അന്നൊരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ ശമ്പളം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒന്നായിരുന്നു. അന്ന് അപ്പൻ അധ്യാപകനായതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ആളുമായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ അക്കാപ്രായത്തിൽ പോലും ഞാൻ തീരുമാനമെടുത്തായിരുന്നു വേറെ എന്തായാലും അധ്യാപകനാകുകയില്ലായിരുന്നു. അതിനെനിക്ക് വാസ്തവത്തിൽ അങ്ങോട്ടൊരു ഇൻക്ലിനേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, നേരെ മറിച്ച് ഈ സാമ്പത്തിക മേഖല മാത്രം വെച്ചാൽ ഇന്ന് ഏറ്റവും അധികം അത് ഓർത്ത് പരിതപിക്കുന്നത് ഞാനാണ്. ഞാൻ 35 കൊല്ലം മറ്റൊരു മേഖലയിൽ ജോലി ചെയ്തു. ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല ശമ്പളവും കിട്ടി. അതേ കിട്ടിയുള്ളൂ, ശമ്പളമേ കിട്ടിയുള്ളൂ, ബാക്കിയൊന്നും നേടാനായില്ല, സംതൃപ്തി നേടാനായില്ല. അപ്പോൾ എൻ്റെ അപ്പൻ അതേസമയം ആ സംതൃപ്തി നിറവോടെ ഉണ്ടായിരുന്നു. അപ്പൻ തന്നെ പറയുന്ന ഭാഷ പറഞ്ഞാൽ അലക്കിത്തേച്ച മുണ്ട് മുറുക്കിയെടുത്ത് കഴിയേണ്ടവനാണ് അധ്യാപകൻ. എപ്പോഴും അലക്കിത്തേച്ചതായിരിക്കണം, പക്ഷെ അത് മുണ്ട് മുറുക്കി കൊടുക്കാനേ. അലക്കി തേച്ച എന്നൊരു വലിയ പ്രയോഗമുണ്ട്. ആ വിശുദ്ധി എപ്പോഴും കളങ്കം പറ്റാ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അധ്യാപകൻ. പക്ഷെ അതുപോലെ ആളുകൾ, വലിയ 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 ഉദ്യോഗസ്ഥന്മാർ, IAS എത്തിയവർ വരെ അച്ചായനെ കാണാൻ വന്നിട്ടുണ്ട്. കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് പോയിട്ടുണ്ട്. അതുപോലെ വലിയ ഉദ്യോഗസ്ഥ അവസരങ്ങളിലേക്ക് എത്തിപ്പെട്ടവർ. ഇതൊക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ അധ്യാപകന് അസൂയാവഹമായ ഒരു ഇത്. ഇവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചാൽ പഠിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അവർ കണക്ക് പഠിപ്പിച്ചു എന്നുള്ളതായിരുന്നില്ല എൻ്റെ അപ്പൻ്റെ മഹത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണക്ക് പഠിപ്പിക്കൽ അത്ര പ്രധാനപ്പെട്ടതായിട്ടായാലും കരുതിയെന്ന് തോന്നുന്നില്ല. പക്ഷെ അവരെ തന്നെ ഫോം ചെയ്യുന്നതിൽ എൻ്റെ അപ്പനൊരു പങ്കുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ ചില വാക്കുകൾ, ചില അവസരത്തിനൊത്തുള്ള ചില പ്രയോഗങ്ങൾ, ബൂസ്റ്റ് തരല് നമ്മൾ അത് ആളെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പോഴും വേദനയുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ അധ്യാപകൻ്റെ മകനായത് മൂലം എനിക്ക് കിട്ടേണ്ടി വന്നിട്ടുള്ളത് വളരെ ഇപ്പോഴും വേദനയുള്ളതാക്കുന്ന അനുഭവങ്ങളുമുണ്ട്. കാരണം വെച്ചാൽ ഉദാഹരണം, എൻ്റെ അപ്പൻ തന്നെ എന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പ്രാവശ്യം എനിക്ക് തോറ്റുപോയി, കണക്കിന് ഞാൻ തോറ്റുപോയി, ഒരു മാർക്കിന് ഞാൻ തോറ്റുപോയി. 35 മാർക്ക് കിട്ടേണ്ടതാണ്, 34 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ആൻസർ പേപ്പറിൽ 0 ടോട്ടൽ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൻ്റെ കോംപ്ലിമെൻ്റ് ചേർത്ത് 0 ഇട്ട് വെച്ചിരിക്കുക. പക്ഷേ അരികിൽ ഇട്ടിരിക്കുന്ന മാർക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം ഒരു മാർക്ക് എൻ്റെ അത് കുറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് ഒരു കൂട്ടുമ്പോൾ ഒരു മാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ. അപ്പം ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 34 0 അപ്പം ഞാനും ചെന്നു, എൻ്റെതും സൈഡ് കൂട്ടിയിട്ട് തെറ്റാണ്, നിനക്ക് കൂട്ടിയിട്ട് തെറ്റിയല്ലേ എന്ന് ചോദിച്ചു. എക്സ്ട്രാ 2 അടി. പരിചയമുള്ള പോലീസുകാർ മാത്രമല്ല, പരിചയമുള്ള അധ്യാപകർ ഇടി തരും. തീർച്ചയായിട്ടും അതിൻ്റെ വേദന എനിക്കുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ അപ്പൻ ആ ഒരു കാര്യത്തിലുള്ളൊരു നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. ഒരിക്കലും എൻ്റെ മകനെ ഞാൻ ഫേവർ ചെയ്തു, മറ്റുള്ള കുട്ടികളെക്കാൾ അത് ഫേവർ ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല, ഫേവർ ചെയ്തില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരുപക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ ആവശ്യത്തിലധികം ഒരു ഊന്നൽ അവിടെ കൊടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു 2 കുട്ടികൾക്കിടയിൽ ഒരു തിരിച്ചു വ്യത്യാസമോ ജാതിയുടെയോ മതത്തിൻ്റെയോ അവൻ്റെ സമൂഹത്തിലെ അവൻ്റെ സ്ഥാനത്തിൻ്റെയോ എന്തെങ്കിലും എൻ്റെ അപ്പന് ഒരു കാലത്ത് പോയി ചെയ്തിരുന്നില്ല. തിരിച്ചു വ്യത്യാസം ഞങ്ങൾ മാത്രമേ. ഈ ഒരു പ്രൊഫഷണലിലെ ഒരു ഫേവററ്റിസം ഒരു പാപമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. തിരിച്ച് കുഞ്ഞുങ്ങളെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, വലിയ വീട്ടിനടുത്ത കുഞ്ഞുങ്ങൾ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, തൊലിവെളുത്ത കുഞ്ഞുങ്ങൾ, കറുത്ത കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അധ്യാപകർ തന്നെയൊക്കെ ഇങ്ങനെ തമാശക്കെങ്കിൽ പോലും പറയുന്ന, എനിക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു ആന്തരിക മുറിവ് പണ്ടൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൻപുറത്ത് ഇച്ചിരി വെളുത്തൊരു മനുഷ്യനായിരുന്നു. സാധാരണക്കാരുള്ള സ്ഥലങ്ങളിൽ നമുക്കപ്പോൾ സായിപ്പൂഞ്ഞെന്നൊക്കെ ആൾക്കാർ കളിയാക്കി വിളിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ് വെച്ചാണ്. അപ്പോൾ 10-85 പിള്ളേർ ക്ലാസ്സിലിപ്പുണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഉച്ച കഴിഞ്ഞൊരു ക്ലാസ്സും കൂടി ആയതുകൊണ്ട് ഒരല്പം ഉറക്കം കൂടിപ്പോയി. അപ്പോൾ കെമിസ്ട്രി ക്ലാസ് ആയിരുന്നു. കെമിസ്ട്രി ക്ലാസ്സിൽ അധ്യാപകർ ആഘോഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് CH2 OH2 ഇതൊക്കെ. നമുക്കിതെല്ലാം പറന്ന് കളിക്കുക തലയ്ക്ക് വെളിയിൽ കൂടി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമൊക്കെ തല കുമ്പിട്ട് ആമൻ എന്നൊക്കെ പറഞ്ഞ് പൊങ്ങി വന്ന് നോക്കിയപ്പോൾ തൊട്ടടുത്തൊരു പെൺകുട്ടിയോട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറക്കം പോകാൻ വേണ്ടി അവളെ കൂടിയും തോണ്ടി വിളിച്ച് ഞങ്ങളിങ്ങനെ അയൽവക്കക്കാരായതുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് സാറ് പുറകിൽ സമവാക്യം ചെയ്തിട്ട് തിരിഞ്ഞിങ്ങ് വരുന്നത്. തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ ആഘോഷമായിട്ട് ഇവിടെ കത്തി വെക്കുന്നു. സാറ് പറഞ്ഞു, എടാ വെള്ളപ്പാറ്റേ എന്നൊരൊറ്റ വിളി.
നമ്മൾ അല്പം ഇച്ചി ഗ്ലാമറൊക്കെയാണ്, ക്ലാസ്സിലൊക്കെ ഇച്ചി കൈയടി കിട്ടുന്ന ആൾ ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് സാറ് വെള്ളപ്പാറ്റേ എന്നൊരു വിളി. നമ്മൾ കുമ്പിട്ട് കുനിഞ്ഞ് താഴെ. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്നത്. കുറേ മുറിവുകളൊക്കെ നമ്മൾ അറിയാതെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയൊരു തമാശ പറയുന്നത് പോലെ ഒരു ചെറുപ്പക്കാരൻ വൈകിട്ട് ഒരു വീട്ടിലേക്ക് ഫോൺ ചെയ്യാണ്. സുകുമാരൻ നായർ സാറുടെ വീടാണോ? അപ്പോൾ ഫോൺ അങ്ങനെ തിരക്കിൽ, അതെ. കണക്ക് സാറ്? അതെ. അപ്പൻ കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയി കേട്ടോ. ഓ സോറി. ഫോൺ വെച്ചു. വീണ്ടും അതേ വീട്ടിലേക്ക് ഫോൺ വന്നു. സുകുമാരൻ നായർ വീടല്ലേ കണക്ക് സാറിൻ്റെ? അതെ. അച്ഛൻ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. ആണല്ലേ, സോറി. വീണ്ടും അങ്ങോട്ട് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഫോൺ എടുത്ത മകന് ദേഷ്യം വന്നു. സുകുമാരൻ നായർ സാറിൻ്റെ വീടല്ലേ കണക്ക് സാറിൻ്റെ വീട്? അതെ. തന്നോടല്ലേ ഞാൻ പറഞ്ഞ അപ്പം മരിച്ചു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അതൊന്ന് കേൾക്കാനുള്ള സന്തോഷത്തിന് വേണ്ടിയാ വീണ്ടും വീണ്ടും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നതന്നെ. കണക്ക് സാറ് മരിച്ചു പോയെന്നുള്ളതേ. ഇനി ചോദ്യം ടീച്ചറോട് തന്നെയാണ്. ടീച്ചർ അത്ര ക്രൂരയാണെന്നോ? കണക്കല്ലല്ല വിഷയം, കണക്കിലാണോ ഓട്ടം? ഞാൻ തുടങ്ങിയതേ കണക്കിലായി പോയി. കണക്ക് ടീച്ചർമാർ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അപ്പോൾ ടീച്ചറിൻ്റെ ഈ അധ്യാപന വൃത്തിയിൽ നമ്മൾ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫേവററ്റിസം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിക്കൽ, കുഞ്ഞുങ്ങളെ കുറവുകളൊക്കെ പറഞ്ഞ് കളിയാക്കൽ, അതിനൊക്കെ മറുപുറം നമ്മളെ തൊടുന്ന കുറേ അധ്യാപകരുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വൈദികരോട് പറഞ്ഞതാണ്, എ ഷെപ്പേർഡ് മസ്റ്റ് നോ ദ സ്മെൽ ഓഫ് ദ ഷീപ്പ്. ഇടയൻ ആടിൻ്റെ മണമുള്ളവനാകണം, അറിയുന്നവനാണ്, പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അധ്യാപകൻ ഒരു വിളി തന്നെയാണ്, ഒരു ഇടയൻ്റെ വിളിയാണ്. കുഞ്ഞുങ്ങളെ അറിഞ്ഞ് സ്നേഹിച്ച് അവരുടെ ചുറ്റുപാടുകൾ അറിഞ്ഞ് അവരെ വളർത്തിക്കൊണ്ട് വരാന്നുള്ള അങ്ങനത്തെ ചില മനോഹരമായ അനുഭവങ്ങൾ ഉറപ്പായിട്ടും ഒരു അധ്യാപകൻ എന്നുള്ള ടീച്ചറിന് ജീവിതത്തിൽ കാണും. ഒന്ന് ഷെയർ ചെയ്യാമോ അതുപോലത്തെ കാര്യങ്ങൾ? ഞാനിങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോഴും ജോർജേട്ടൻ പറഞ്ഞപ്പോഴൊക്കെ ഓർക്കായിരുന്നു. ശരിക്കും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ കുറേ മണിക്കൂറുകളോളം നമ്മളുടെ മുന്നിൽ കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ തിളക്കം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റം ഏറ്റവും ആദ്യം മനസ്സിലാക്കുക ഒരു അധ്യാപകനാണ്. പക്ഷേ അവിടെ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ആ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ തിളക്കവും മാറ്റമൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. കുഞ്ഞുങ്ങളുടെ ഫോർമേഷനിൽ അധ്യാപകർക്കുള്ള റോള് വളരെ വലുതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിഷയം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, കഴിഞ്ഞ വർഷം എപ്പോഴും അധ്യാപകർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീമൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ 5ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി മാനുഷിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വന്ന സമയത്ത് ശാലോം മാസികയിൽ ഞാനിങ്ങനെ വായിക്കുകയാണ്, ഒരു അധ്യാപകൻ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ഏൽപ്പിച്ച കാര്യം ഞാൻ ശാലോം മാസികയിൽ വായിക്കുകയാണ്. പിന്നത്തെ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ എല്ലാ ദിവസവും ഡെയിലി, എനിക്കറിയാം അന്ന് എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് ഇത്രയും അവെയറായത്. പൂർണ്ണമായ കൺട്രോള് ക്ലാസ്സിൽ കയറുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് ഈ ക്ലാസ്സിൻ്റെ പൂർണ്ണമായ കൺട്രോള് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ മനസ്സിൽ പറഞ്ഞാണ് ക്ലാസ് തുടങ്ങാറ്. ആ ഇയർ അവസാനിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പം ഞാൻ ആലോചിക്കുക, എല്ലാ തരത്തിലും ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ 2000-ൽ ആരംഭിച്ചതാണ്. 2000 മുതൽ ഇത്രയും വർഷത്തിനിടയിൽ ഏറ്റവും അധികം, ഇന്നത്തെ കാലത്തെ A+കളാണ് എല്ലാവരുടെയും ഒരു വലിയ വിഷയം, ഏറ്റവും അധികം A+ നേടിയ ബാച്ച് അതാണ്. എൻ്റെ ടീച്ചേഴ്സിനെ ആർക്കും ഇങ്ങനെ ഇത്രയും, പിന്നെ എന്നെ കണ്ണു തുറപ്പിച്ച സംഭവം തന്നെ എൻ്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് കൺട്രോൾ ഏൽപ്പിച്ചപ്പോൾ എല്ലാ തരത്തിലും ഈ കുഞ്ഞുങ്ങൾക്ക് വന്നൊരു മാറ്റം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനും. അവരത്ര കഴിവുള്ള കുട്ടികളൊന്നുമല്ല. ഞാൻ എൻ്റെ അത്രയും വർഷത്തിനിടയിൽ ഏറ്റവും എന്താ പറയുക, ഫിസിക്കലി ഏറ്റവും കുറവ് എഫേർട്ട് എടുത്ത ഒരു വർഷമായിരുന്നിരിക്കണത്. അപ്പം എനിക്ക് തോന്നുന്ന കാര്യം, ഈ കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ അധ്യാപകന് വലിയ റോളുണ്ട്. അത് പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായത്തോടു കൂടി നമുക്കത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു വീട്ടിൽ ടീച്ചർ എന്ന നിലയിൽ വീട്ടിൽ 5 മക്കളുടെ ഒരു വളർത്തലിലൊക്കെ ഉള്ളൊരു റോളും തിരക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അധ്യാപനം മക്കളുടെ പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, താൻ കൈകാര്യം ചെയ്യുന്ന സ്റ്റുഡൻസിനോടൊക്കെ വളരെ ആത്മാർത്ഥമായ നിലപാടെടുക്കാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും തോന്നി ടീച്ചർ ചില കുട്ടികളൊക്കെ വന്ന് വളരെ താല്പര്യപൂർവ്വം അധ്യാപികയോട്, സ്വന്തം ടീച്ചറിനോട് ഇടപെടുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടീച്ചറിന് എപ്പോഴും അമ്മ ഫിഗറുണ്ട്. പിള്ളേർക്ക് അമ്മ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ആർ ദ സെക്കൻഡ് പാരൻസ് എന്ന് പറഞ്ഞ പോലെ ശരിക്കും മാതാപിതാക്കളുടെ കുറവുകൾ നികത്താൻ പോലും ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ കിട്ടാത്ത സ്നേഹവും കരുതലൊക്കെ ചിലപ്പോൾ കിട്ടാതെ പോകുന്നത് ഇവരാണിത് മനസ്സിലാക്കുന്നത്.
അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ മിക്ക സ്കൂളുകളിൽ അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ കുറേ ടീച്ചേഴ്സ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേട്ടിട്ടുണ്ട്. മിക്കവാറും ഈ കുട്ടികൾ വരുന്നതൊക്കെ പല തകർന്ന കുടുംബങ്ങളിൽ നിന്നാണ്, ബ്രോക്കൺ ഫാമിലീസ് ആണ്. കാരണം നമുക്ക് അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഉരുകിപ്പോവും. അങ്ങനെയൊക്കെയാണ് അവർ വരുന്നത്. അപ്പം എല്ലാവരും നമുക്ക് ചില സമയങ്ങളിലൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കൃപ നമ്മളിലുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർക്കും, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ റെഗുലറായിട്ട് പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ കൊച്ചുങ്ങൾ തന്നെ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്ര ഭംഗിയായിട്ടാണ് ഇത് അവർക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല, പക്ഷെ നമ്മൾ വിശുദ്ധ കുർബാന ചൊല്ലിയും കുമ്പസാരിച്ചൊക്കെ ആ ഒരു കൃപയിലായിരിക്കുന്ന സമയത്ത് വളരെ വ്യത്യാസമാണ്. ഞാൻ ഓർക്കുക, ഒരു അധ്യാപകൻ്റെ ചിലപ്പോൾ ഒരു സാമീപ്യവും ഒരു ആശ്വാസവാക്കും ഒക്കെ അവരുടെ ജീവിതത്തെ ചിലപ്പോൾ മാറ്റിമറിക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ഒരു അനുഭവം മനസ്സിൽ ഓർത്തു പോവാണ്. പബ്ലിക് എക്സാം പിറ്റേ ദിവസം ആരംഭിക്കും. ഒരു കുഞ്ഞ് ഒരു ഉച്ചയായിപ്പോൾ വീട്ടിലോട്ട് ഓടിക്കേറി വന്നു. പിറ്റേ ദിവസം പരീക്ഷയാണ്. തലേ ദിവസം വീട്ടിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം, ആകെ ഒരു ഇച്ചിരി വഴക്കും ബഹളമൊക്കെ ഉണ്ടായി. ടീച്ചറെ, ഇനി വീട്ടിൽ നിന്ന് ഈ പരീക്ഷ എഴുതുക എന്നുള്ളത് സാധ്യമല്ല. ആ കൊച്ചു കട്ടായി പറഞ്ഞു. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും 6 മണിയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ ഞാൻ കാണാറുള്ള കൊച്ചാണ്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചത് ഇതാണ്, എവിടെയെങ്കിലും എന്നെ ഒരു കോൺവെൻറ്റിലൊന്ന് ആക്കി തരുമോ പരീക്ഷ കഴിയുന്നവരെ. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കറിയാവുന്ന, ഞാൻ സ്കൂളിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അത്രയും പരിചയങ്ങൾ എനിക്കില്ല. എങ്കിലും ഞാൻ എൻ്റെ അറിയാവുന്ന ചുരുങ്ങിയ പരിചയത്തിൻ്റെ പുറത്ത് ഒന്ന് വേഗമൊക്കെ ഒന്ന് വിളിച്ചു നോക്കി. പക്ഷേ ഇത് പെട്ടെന്ന് അതിന് കുറേ പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. നമുക്കൊരു കുട്ടിയെ പെട്ടെന്ന് ഒരു കോൺവെൻറ്റിൽ താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു വഴിയും ഇല്ല. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു, ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച ആൾ ജോലിക്ക് പോയിരിക്കുകയാണ്, ആളെന്ത് പറയും, എൻ്റെ മനസ്സിൽ തോന്നിയ ആശയത്തോട് യോജിക്കുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ട്, ഈ കൊച്ചിനെ നമ്മുടെ വീട്ടിൽ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. ആൾ പിന്നെ റിന്യൂവലിലുള്ളതും പ്രാർത്ഥനയ്ക്കുള്ളതായതുകൊണ്ട് ഒരു മറുപടി യെസ് തന്നെയായിരുന്നു, ടോട്ടൽ സപ്പോർട്ട്. അങ്ങനെ ഈ കുഞ്ഞ് പരീക്ഷ കഴിയുന്നവരെ അന്ന് വൈകിട്ട് കുഞ്ഞിൻ്റെ അപ്പച്ചൻ വീട്ടിൽ കൊണ്ടാക്കി. ദൈവത്തിൻ്റെ കൃപയിലേ നമുക്ക് പറ്റില്ല, നമ്മൾ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. കൊച്ചിനും പുറത്തറിയുന്നത് ഒരു വിഷമമാണ്. അങ്ങനെ ആ കൊച്ചു വീട്ടിൽ നിന്ന് നല്ല മാർക്ക്, എനിക്ക് തോന്നുന്നു 90%, 93, എനിക്ക് കൃത്യം ഓർമ്മയില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. കഴിഞ്ഞ് MBBS അഡ്മിഷൻ കിട്ടി. വളരെ എന്താ പറയുക, ഇന്ന് PG പഠിക്കുന്നു. വിവാഹിതയാണ്, കുഞ്ഞുങ്ങളുണ്ട്, PG പഠിക്കുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ ഓർക്കും, ദൈവമേ, ദൈവത്തിൻ്റെ കൃപ കൂടാതെ നമുക്കിത് സാധിക്കില്ല എന്ന് 100% ഉറപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങി വെച്ചിരുന്നല്ലോ, അധ്യാപനം ഒരു വിളിയാണെന്ന്. എല്ലാ വിളിയിലും അതിൽ തന്നെ ദൈവം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു പുരോഹിതൻ എന്നൊരു വിളിക്കപ്പെട്ടത് കൊണ്ട് ഉറപ്പായിട്ടും അവസാന അന്തിമതി നിൽക്കുമ്പോൾ ചില അധികം ചോദ്യങ്ങൾ എന്നോട് വരും. ഞാൻ ഇതിനെപ്പറ്റി ഒരു അല്പം കൺസേൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു അധ്യാപകൻ എന്നതിൽ ഒരാൾ വിളിക്കപ്പെട്ടെങ്കിൽ ഒരു എക്സ്ട്രാ ചോദ്യം ഉറപ്പായിട്ട് വരും. ജോർജേട്ടാ, അതിനെപ്പറ്റി ജോർജേട്ടൻ്റെ അഭിപ്രായം എന്താ? ഇവർക്ക് വിളി, ദൈവം ഇങ്ങനെ പ്രത്യേക വിളി, അതായത് ശമ്പളത്തിൻ്റെ കാര്യം ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എസ്റ്റീമായിട്ട് ഇത്രയും നല്ലൊരു ജോബ് കിട്ടാനില്ല, ഒരു ശുശ്രൂഷ, ജോബ് നമ്മൾ പറയരുത്, ഏറ്റവും നല്ല ശുശ്രൂഷ അവർക്ക് കിട്ടാനില്ല. അപ്പോൾ ആ ശുശ്രൂഷയും അതിൻ്റെ വിളിക്ക് കൊടുക്കേണ്ട വിലയും തമ്മിലുള്ള ഒരു റേഷ്യോ എനിക്ക് തോന്നുന്നു ഒരു വിശകലനത്തിനപ്പുറത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഓർക്കുന്ന ഒരു 10-25 കൊല്ലം മുമ്പ്, എനിക്ക് തോന്നുന്നു 25 കൊല്ലം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം പെട്ടെന്ന് ഞാൻ ഏറ്റവും ചുരുക്കി പറയാനായിട്ട് ഞാൻ ശ്രമിക്കുക. അന്ന് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൽ അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ട് ആദ്യമായി ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അത് കണ്ണൂരിനും തലശ്ശേരിക്കും വടക്ക് കിളിയന്ത്ര എന്നൊരു സ്ഥലത്ത് വെച്ച്. ഒരു 3 മാസം മുമ്പേ തന്നെ എന്നെ അതിനുവേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയിരിക്കുക. അതിൻ്റെ കൂടെ ഒരു ഭീഷണി നിലവിലുണ്ട്. ഈ അധ്യാപകരെല്ലാം പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ഒരു ദിവസം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് 2-ാം ദിവസവും 3-ാം ദിവസം 3 ദിവസത്തെ പ്രോഗ്രാം പിള്ളേർ പറഞ്ഞാൽ പെട്ടുപോകും ഞങ്ങൾ അധ്യാപകരെ നോക്കട്ടെ എന്നിട്ട് ക്ലാസ്സിൽ. അപ്പോൾ എന്നെ വിളിച്ച് ഈ പ്രോഗ്രാം നടത്തുന്നയാൾ പറഞ്ഞു, ജോർജ്, തൻ്റെതാണ് ആദ്യത്തെ പ്രസംഗം. അപ്പോൾ താൻ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ പ്രസംഗം കഴിയുമ്പോൾ തന്നെ അവർ പിരിയും, തീരുമാനമാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം എന്ന് ഞാൻ വളരെ ഭയത്തോടെ അതും കേട്ടെടുക്കുക. ചെറുപ്പമാണ്, എനിക്ക് ഭയം കുറച്ച് കൂടുതൽ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നറിയില്ല. അത്രയ്ക്കങ്ങ് 100% ദൈവാശ്രയത്തിലേക്കൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് കുത്തിയിരുന്ന് ഞാൻ പഠിച്ചു, പ്രാർത്ഥിച്ചു. ഇതെല്ലാം എൻ്റെ എഫേർട്ടുകളായിട്ടാണ് ചെയ്തത്. വീട്ടിൽ പറഞ്ഞു, എന്നെ ഡിസ്റ്റർബ് ചെയ്തേക്കരുത്, മാനസികമായിട്ടും ഞാൻ ഒരുങ്ങിപ്പോകണം, അതുകൊണ്ട് ശാന്തമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഭാര്യയാണെങ്കിലും എന്നെ ഒന്നിനും ശല്യപ്പെടുത്താതെ, പ്രത്യേകിച്ച് അവസാനത്തെ ഒരാഴ്ച ഒന്നിനും ഒരു പാല് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പോലും പറയാതെ എൻ്റെ ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയെല്ലാം ഒരുങ്ങി ട്രെയിനിന് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ പതിവില്ലാത്ത വിധം അന്ന് ഞാൻ റിസർവേഷനും എടുത്തിട്ടുണ്ട് ട്രെയിനിന്. അങ്ങനെ റിസർവേഷൻ എടുത്ത് ഞാൻ
ജോലിസ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ എൻ്റെ മൂത്ത മകൾ ആദ്യത്തെ വീഴ്ച സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് നീന്തി നടന്ന് താഴോട്ട് വീണിട്ട് മുഖമെല്ലാം കൂടെ ഒരു കൊട്ട പോലെ നീരും വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ വന്ന് കയറുക. ഇവളെ ഇങ്ങനെ കണ്ടിട്ട് വേണം അന്ന് ഞാൻ ട്രെയിനിന് ഈ ദൂരസ്ഥലത്തേക്ക് പോയി 2-ാം ദിവസവും 3-ാം ദിവസവും ഞാൻ തിരിച്ചു വരുള്ളൂ. മൊബൈൽ ഫോണോ ഇന്നത്തെ ഈ പറഞ്ഞ സംവിധാനങ്ങളൊന്നുമില്ല. കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് തിരിച്ചു വന്നാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിയാണ്, ഒരു സ്റ്റെപ്പേന്ന് വീണതേ ഉള്ളൂ, ആദ്യത്തെ വീഴ്ചയാണ്. എനിക്ക് വല്ലാത്ത വിഷമത്തോടെ ഞാൻ കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ പോയെന്ന് ചോദിച്ചു, തമ്പുരാനെ, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത്രയും ഞാൻ ഒരുങ്ങി മാനസികവും വൈകാരികവുമായിട്ട് എല്ലാ സ്റ്റേബിലിറ്റിയും ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് നിനക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് നോക്കാൻ പറ്റിയില്ലല്ലോ. തമ്പുരാൻ തിരിച്ചു ചോദിച്ചു, നിൻ്റെ കൊച്ചോ? പെട്ടെന്ന് ഞാൻ എൻ്റെ ആ ധ്യാനഗുരു ഉണർന്നെഴുന്നേറ്റു, വിവരങ്ങൾ തപ്പി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ല, നീ എന്നെ വളർത്താൻ ഏൽപ്പിച്ച നിൻ്റെ കുഞ്ഞ്. അങ്ങനെയാണല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പറഞ്ഞതേ ഉള്ളൂ, ഉള്ളിലില്ലാത്തതുകൊണ്ടാണല്ലോ ഇഷ്യൂ. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ എന്നിട്ടിപ്പോൾ എന്നായി എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നെ തമ്പുരാൻ വളർത്താൻ ഏൽപ്പിച്ച തമ്പുരാൻ്റെ കുഞ്ഞ് താഴെ വീണ് മുഖം ഈ പരുവായിരിക്കുന്നു. ആരോടാ ദേഷ്യപ്പെടേണ്ടത്? ഞാൻ ദൈവത്തോട് ദേഷ്യപ്പെടുകയാണോ വേണ്ടത്? ദൈവം എന്നോട് ദേഷ്യപ്പെടും. ഞാനൊന്ന് പതുങ്ങി. പക്ഷേ എൻ്റെ തമ്പുരാനെ, എല്ലാം പൊളിഞ്ഞല്ലോ, ഞാൻ ഇനി എങ്ങനെ സ്വസ്ഥമായിട്ട് പോയി അവിടെ സ്നേഹിക്കാൻ പറ്റും? ഞാൻ ആ വേദനയോടെ തന്നെ കുഞ്ഞിനെ ഏൽപ്പിച്ച് ട്രെയിനിന് കയറി പോവുക. പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുമ്പോഴും അന്ന് റിസർവ് ചെയ്ത് എനിക്ക് ഒരു ബെർത്തൊക്കെ ഉണ്ട്. പക്ഷേ ബെർത്തിൽ ഉറങ്ങാനാവാതെ രാത്രി മുഴുവൻ ഞാൻ തിരിഞ്ഞും മറിഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ മുഖമാണ് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഞാൻ ഇറങ്ങുമ്പോഴേക്കും കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു, ഇതാ, നിൻ്റെ കുഞ്ഞൊന്ന് വീണപ്പോൾ ഇത്രയേറെ ഉറങ്ങാതെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിച്ചു. ഇനി നീ പോയി അവരോട് പറയുക, എൻ്റെ ഓരോ കുഞ്ഞുങ്ങളും വീഴുമ്പോൾ, ഞാൻ പോയി ആരോടാ പറയേണ്ടത്? അധ്യാപകരോട് പറയുക, എൻ്റെ ഓരോ കുഞ്ഞുങ്ങളും വീഴുമ്പോൾ, ശാരീരികമായി, മാനസികമായി, വൈകാരികമായി, ആത്മീയമായി എൻ്റെ ഓരോ കുഞ്ഞുങ്ങളും വീഴുമ്പോൾ ഞാൻ എന്തുമാത്രം വേദനിക്കുന്നുവെന്ന് ഈ വേദനയിൽ നിന്നുകൊണ്ട് നീ പോയി അവരോട് പറയുക. പ്രവാചകനെ പറഞ്ഞുവിടുന്ന പോലെ തന്നെ ഞാൻ 3 മാസം കൊണ്ട് ഒരുക്കി വെച്ചിരുന്ന പ്രസംഗത്തിൻ്റെ നോട്ട് കയറി ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ആ ട്രെയിൻ കടന്നുപോയ പാളത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ പോയി സംഘാടകനോട് പറഞ്ഞു, പറഞ്ഞതും പഠിച്ചതും നിങ്ങൾ എന്നെ ഏൽപ്പിച്ചതുമായ പ്രസംഗം പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് വേണേൽ എന്നെ മാറ്റാം, പകരം വേറെ ആരെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചുകൊള്ളുക. എന്നെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഇതേ ഞാൻ പറയുള്ളൂ, ഒരൊറ്റ കാര്യമേ ഞാൻ പറയുള്ളൂ, ദൈവത്തിൻ്റെ ഈ വേദന. ഇതായിരിക്കും എൻ്റെ ഓപ്പണിംഗ് വേർഡ്. പിന്നെ തുടർന്ന് എന്ത് പറയാൻ പറ്റുമെന്നോ അത് ഈ വിഷയത്തെ ആസ്പദമാക്കി എന്തെങ്കിലും ഞാൻ പറയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ നല്ല പ്രസംഗങ്ങളിൽ 10 എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് തീർച്ചയായിട്ടും ഇതായിരിക്കും. ദൈവാനുഗ്രഹത്താൽ അന്ന് വന്ന ഒരൊറ്റ അധ്യാപകനും 3 ദിവസവും പരിപാടി പങ്കെടുക്കാതെ മടങ്ങുകയും ചെയ്തില്ല. എനിക്കിപ്പോൾ തോന്നരുതാണ് ഇതേ ചോദ്യം കർത്താവ് ഓരോ അധ്യാപകനോടും, എൻ്റെ കുഞ്ഞ് വീണപ്പോൾ ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചു എന്ന് നീ അറിഞ്ഞോ? ഞാൻ പറയുമ്പോൾ ഓർക്കാണ്, ഇന്ന് കേരളത്തിൽ ഈ ലഹരി വസ്തുക്കളിലേക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. ഞാനിന്ന് ഇരിങ്ങാലക്കുട രൂപ നടത്തുന്ന ഒരു ഡി അഡിക്ഷൻ ആശുപത്രിയിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. സാൻ ജോസഫൻ എന്ന് പറഞ്ഞ അനന്തപുരം. അവിടെ ഈ അടുത്തയിടെ ഒരു പയ്യൻ കൊണ്ടുവരാൻ മാതാപിതാക്കൾ കാരണമായത് അധ്യാപകർ നോട്ട് ചെയ്തതുകൊണ്ടാണ്. ഇവനൊരു കടുത്ത പശ, ഈ പ്ലൈവുഡ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ സ്മെല്ല് ചെയ്യുന്നു. അപ്പോൾ ഇവനോട് പറഞ്ഞത്, ഡോക്ടറെ, എൻ്റെ ക്ലാസ്സിൽ 5-6 പേരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വലിച്ച് ഇതിൻ്റെ മണം ഇവർ ശ്വസിച്ചിട്ട് അതിൻ്റെ ആ കിക്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഇത് നോട്ട് ചെയ്തത് അധ്യാപകരാണ്. ഇത് മാതാപിതാക്കൾക്ക് പോലും നോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് നോട്ട് ചെയ്ത് അവർ മാതാപിതാക്കളെ അറിയിച്ച് ഉടനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ അവന് രക്ഷപ്പെടലിൻ്റെ ഒരു സാധ്യതയിലേക്ക് അവൻ വന്നിരിക്കുക. ഇന്ന് ധാരാളം കേരളത്തിൽ ഒരുപാട് കുട്ടികൾ ഈ മയക്കുമരുന്നിലേക്ക്, ലഹരി വസ്തുക്കളിലേക്ക്, പഞ്ചാബിലേക്കൊക്കെ വീടുപോകുന്നു, അല്ലെങ്കിൽ ലൈംഗികമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഇവിടെ പ്രേമബന്ധങ്ങളിൽ ഒരു നല്ലൊരു പരിധി വരെ അധ്യാപകരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കൃത്യതയോടെ തീരുമാനമെടുക്കുന്നതും അവർ കണ്ടെത്താൻ പറ്റുന്നതും അവരെ രക്ഷപ്പെടുത്തേണ്ടത്. ഒരിക്കലും ഒരു പെൺകുട്ടി പറഞ്ഞ ചോദിച്ചൊരു ചോദ്യം, വർഷങ്ങളോളം അധ്യാപനത്തിൻ്റെ ഫീൽഡിലുണ്ടായിരുന്ന ഒരു സിസ്റ്ററിൻ്റെ കണ്ണ് തുറപ്പിച്ച് പറഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ ഒരു പെൺകുട്ടി, വളരെ പ്രശസ്തമായ ഒരു കത്തോലിക്ക സ്ഥാപനമാണ്, സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്,
അപ്പോൾ എക്സലൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ആ കുഞ്ഞ് അവിടുന്ന് നഴ്സറി മുതൽ +2 വരെ ആ സ്കൂളിൽ പഠിച്ചു പോയതാണ്. കേരളത്തിൽ പുറത്തുള്ള സ്ഥലമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞൊരിക്കൽ ഈ പെൺകുട്ടി വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടുത്തെ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി വന്നു. ഇവളുടെ കാലത്തുണ്ടായിരുന്ന പ്രിൻസിപ്പൾ തന്നെയാണ് അന്ന് ഉള്ളത്. അപ്പോൾ തിരിച്ച് ടീച്ചറിൻ്റെയൊക്കെ വന്നിട്ട് അപ്പോൾ സിസ്റ്ററിന് ഭയങ്കര സന്തോഷമായി. തിരിച്ചു വന്ന ഒരു സ്റ്റുഡൻറ്റ് കാണാൻ വരുമ്പോൾ എപ്പോഴും സന്തോഷമാണല്ലോ. അപ്പോൾ നല്ല പൊസിഷനിലൊക്കെ എത്തി വളരെ സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ളൊരു കുട്ടിയായി മാറി. അപ്പോൾ സിസ്റ്റർ എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദിയൊക്കെ പറഞ്ഞ് പിരിയുന്നതിന് മുമ്പ് സിസ്റ്ററോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി തുടങ്ങിയാണ്. പ്രശസ്തമായ ഒരു മാഗസിനിൽ വന്നൊരു സംഭവമാണ്. ഈ പെൺകുട്ടി പറഞ്ഞു, സിസ്റ്റർ നിങ്ങളെനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, A ക്ലാസ് വിദ്യാഭ്യാസം. നിങ്ങളെനിക്ക് നല്ല മൂല്യങ്ങൾ പറഞ്ഞു തന്നു ഏറ്റവും മനോഹരമായ രീതിയിൽ. പക്ഷേ നിങ്ങളെനിക്ക് ഒരു കാര്യം മാത്രം പറഞ്ഞു തന്നില്ല, ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു തന്നില്ല. നിങ്ങളെനിക്ക് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു തന്നില്ലെന്ന്. ഞാൻ ഈ സ്കൂളിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ചില പ്രത്യേക അവസ്ഥകളിൽ കടന്നുപോയി, തകർച്ചയുടെ അവസ്ഥയിൽ കടന്നുപോയപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് ആദ്യമായിട്ട് ഈശോയെ പറ്റി പറഞ്ഞു തന്നത്. ആദ്യമായിട്ട് എനിക്കൊരു ബൈബിൾ തന്നത്. സിസ്റ്ററെ നിങ്ങൾ ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ സ്കൂളിൽ ദൈവത്തെപ്പറ്റി ആദ്യം പറഞ്ഞു കൊടുക്കണം. ഈ ഒരു പെൺകുട്ടി പറയും. സിസ്റ്റർ എന്നിട്ട് വീണ്ടും നിറഞ്ഞ കണ്ണുകളോടെ ബാക്കി പറയുകയാണ്, ഇന്നെനിക്ക് മനസ്സിലായി പഠിപ്പിക്കേണ്ടത് ആദ്യം സയൻസോ കെമിസ്ട്രിയോ ഫിസിക്സോ മാത്തമാറ്റിക്സോ ബയോളജി ഒന്നും അല്ല. ഇതൊക്കെ സൃഷ്ടവസ്തുക്കൾ, സൃഷ്ടാവിനെ പറ്റി ഞാൻ ആദ്യം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. സൃഷ്ടാവിനെ പറ്റിയുള്ള ആദ്യ ജ്ഞാനമാണ് ഓരോ അധ്യാപകനും കുഞ്ഞുങ്ങൾക്കായി പകർന്നു കൊടുക്കേണ്ടത്. അങ്ങനെ പകർന്നു കൊടുക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏതറ്റം വരെ പോയാലും അവർക്ക് കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് ക്രിസ്തുവായിരിക്കും, ഏറ്റവും വലിയ അറിവും. ഏറ്റവും നന്ദിയോടെ തന്നെ എല്ലാ അധ്യാപകരുടെയും മുമ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാ അധ്യാപകരെയും പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുന്നു. ഞങ്ങളെ ഈ വിധത്തിലെത്തിക്കാൻ, ഈ ലോകത്തെ മുൻപോട്ട് നയിക്കാനായി കർത്താവിൻ്റെ കൈവിരലുകളായി മാറിയവരാണ് അധ്യാപകർ. ഒരു നിമിഷം നമുക്ക് ഈ ലോകമാസകലമുള്ള എല്ലാ അധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അധ്യാപനം എന്ന ഏറ്റവും മനോഹരമായ പ്രൊഫഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ, എപ്പോഴെങ്കിലും മുറിവേൽപ്പിച്ച അധ്യാപകരുണ്ടെങ്കിൽ അവരെ കൂടി ഏറ്റവും അധികമായിട്ട് ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. യഥാർത്ഥ ജ്ഞാനമായ ദൈവത്തെ കാട്ടിത്തന്ന അധ്യാപകൻ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത്, എന്നെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത്, എന്നെ അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിച്ചത് എല്ലാം അധ്യാപകരായിരുന്നു. സ്നേഹപൂർവ്വം ഈ നിമിഷം അധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വലിയ അധ്യാപകനായ പൂർണ്ണതയുള്ള ഗുരുവായ യേശോയെ, ഞങ്ങളുടെ അധ്യാപകരെ മുഴുവൻ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ അറിവുകൾ കൊണ്ടും ഇവരിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ മൂല്യങ്ങൾ കൊണ്ടും ഞങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഏതെങ്കിലും അധ്യാപകർ ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതാന്ത്യത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനോട് അവർക്ക് വേണ്ടത്ര നീതി കാണിക്കാൻ പറ്റിയില്ല എന്നൊരു കുറ്റബോധം മനസ്സിൽ പേറുന്നുണ്ടെങ്കിൽ അവരോട് നീ കൂടുതലായിട്ട് കരുണ കാണിക്കണമേ. ഇനിയും ഒത്തിരി വിശുദ്ധരായ അധ്യാപകരെ നീ ഈ ലോകത്തിന് കൊടുക്കണമേ. അങ്ങനെ നീയാകുന്ന യഥാർത്ഥ ജ്ഞാനത്തെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ അവരുടെ കരങ്ങൾ ശക്തമാകട്ടെ. ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് മധുരമൊഴി